അവധി അപേക്ഷ സോഫാർ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നലെയാണ് ഗവൺമെൻറ് ശുപാർശ ചെയ്തത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഗവർണർക്ക് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. ഇതുവരെ അങ്ങനെ ഒരു അവധി അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് അവർ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുന്ന, അങ്ങനെ സീറ്റ് അനുവദിക്കുന്ന അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മീഡിയ റിപ്പോർട്ട് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് ജനപ്രതിനിധികൾ തന്നെ ഈ ഒരു സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തെരുവിലിറങ്ങുകയും ആ സംഘർഷത്തിൻ്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു ജനപ്രതിനിധികൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ജനപ്രതിനിധികൾക്ക് നേരെ അജിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ്. ഇപ്പോൾ എനിക്ക് നേരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ജനങ്ങൾക്കുണ്ട്. എന്തെങ്കിലും ഞാൻ തെറ്റായ കാര്യം ചെയ്തോ ഇല്ലയോ. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് ഞാൻ. അവർക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്രീതി തോന്നുന്നു. അപ്പോൾ അവർ എന്നെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരിടപെടുന്ന അതേ രീതിയിൽ തിരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. കാരണം ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ജനങ്ങൾ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അപ്പോൾ ജനത്തിൻ്റെ അതേ റെസ്പോൺസ് തിരിച്ച് അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് കുറച്ചുകൂടി മെച്യൂരിറ്റി ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ കാണിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇല്ല, സോഫാർ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ വെർബലായി ഏതെങ്കിലും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ള പേരോ അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എന്നെയോ എൻ്റെ ഓഫീസിനെയോ രേഖാമൂലം അവർ അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അറിയിപ്പ് വന്നാൽ പ്രത്യേക സീറ്റ് അങ്ങനെ സംവിധാനങ്ങൾ നിയമസഭ നടക്കുമ്പോൾ വേണ്ടേ? അല്ല, അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യും, അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ.